വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ജിഞ്ചർ ടീ കുക്കീസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം ജിഞ്ചർ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കപ്പ് മൈദ, 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ, ചുക്കുപൊടി ഡ്രൈ ജിഞ്ചർ പൗഡർ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ, ഞാൻ ഉപയോഗിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ ആണ്. ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറോ പാം ഷുഗറോ അത് രണ്ടും ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. 1/2 കപ്പ് നിറച്ചെടുക്കുക. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി മുട്ട ചേർക്കണം. പകുതി മുട്ട വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ടയിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ പൊടികളെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ചുക്കുപൊടിയുണ്ട്, കൂടാതെ മൈദ, കുറച്ച് ബേക്കിംഗ് പൗഡർ, ഉപ്പ്. ബീറ്റർ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് കമ്പൈൻഡ് ആകുമ്പോൾ നിർത്തുക. നമ്മൾ ഒരുപാട് നേരം മൈദ ഇട്ട ശേഷം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. മുട്ടയുടെ മണം അറിയാണ്ടിരിക്കാനായിട്ടാണ്. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് വാൾനട്ട്സും കൂടെ ചേർക്കാം. വാൾനട്ട്സിന് പകരം കാഷ്നട്ട്സ് ചേർക്കാം, പീനട്ട്സ് ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചെറിയ മുട്ട എടുക്കണ്ട, അതിൻ്റെ പകുതി മതിയാവും. ജസ്റ്റ് ഇതിനൊരു കമ്പൈൻ ചെയ്യാനായിട്ട്, ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ട്രെയിലേക്ക് ഷേപ്പ് ചെയ്ത് വെക്കാം. നാരങ്ങ വലുപ്പത്തിൽ ഡോ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വെക്കാം. ഇതേപോലെ നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്തു. ഇത് ഏകദേശം നമുക്കൊരു 27-30 എണ്ണം കിട്ടും, നമ്മൾ എടുക്കുന്ന വലുപ്പം അനുസരിച്ചിട്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഒട്ടാണ്ടിരിക്കാനായിട്ടാണ് ഇച്ചിരി മൈദയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഒട്ടിപ്പിടിക്കുന്നതെന്ന് കാണുമ്പോൾ ഒന്ന് മൈദയിൽ ഡിപ്പ് ചെയ്യുക. വൺ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കുക്കീസ് എല്ലാം നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്തു. ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് എടുക്കും ഈ ഒരു
നല്ല ക്രിസ്പായിട്ടാണ് കിട്ടിയേക്കുന്നത്. ചൂട് നന്നായിട്ട് ആറി കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനിയും ഇതേപോലെ നമുക്ക് തന്നെ സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവാനായിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു കുക്കീസ് സെർവ് ചെയ്യാം. കുറച്ച് ഭാഗം ഡിപ്പ് ചെയ്യുക, കൂളിംഗ് റാക്കിലേക്ക് വെക്കുക. ഞാനൊരു 100 ഗ്രാം ചോക്ലേറ്റ് വെറുതെ മെൽറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് 30 അല്ലെങ്കിൽ 1 മിനിറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഈ ചോക്ലേറ്റിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് ആറുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് അങ്ങ് സെറ്റാവും. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ എളുപ്പം. ഇപ്പോൾ ജിഞ്ചർ കുക്കീസ് എല്ലാം നമ്മൾ പകുതി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്തു. ഇത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി കുക്കീസാണ്. ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് 2 ആഴ്ചയൊക്കെ നമുക്ക് കേടുകൂടാണ്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കുക്കീസ് ഒന്നുകൂടെ ഹെൽത്തിയാണ്. കാരണം നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നത്, മാർജറിനൊന്നും ഉപയോഗിക്കാതെ ബട്ടറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ലതാണ്, ഒന്നുകൂടെ ബെറ്ററുമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.